നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയ കുട്ടികൾക്ക് കൊടുക്കാവുന്ന നല്ലൊരു കിടിലൻ സ്നാക്കും ആയിട്ടാണ്. സാധാരണ നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കാറുണ്ട്. ഇന്നത്തെ നമ്മുടെ കിണ്ണത്തപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് അമൃതം പൊടി ഉപയോഗിച്ചാണ്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്കാണ്. അതുപോലെ തന്നെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. കുട്ടികൾക്ക് എല്ലാം ഇഷ്ടപ്പെടും. അമൃതം പൊടി ഉപയോഗിച്ച് ഇതിനു മുൻപ് ഞാൻ റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്തത് അമൃതം പൊടിയുടെ കുറുക്കാണ്. നല്ല ടേസ്റ്റ് ഉള്ള റെസിപ്പി തന്നെയാണ് കുറുക്ക്. പക്ഷെ കുറുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് മടുക്കും. അതിന് പകരമായിട്ട് അമൃതം പൊടിയുള്ള കേക്കും പുട്ടും എല്ലാം നമുക്ക് സെർവ് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അമൃതം പൊടി ഉപയോഗിച്ചിട്ടുള്ള ഒരു കിണ്ണത്തപ്പാണ്. നമുക്ക് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ അമൃതം പൊടി കിണ്ണത്തപ്പം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 4 ക്യൂബ് ശർക്കര എടുത്തിട്ടുണ്ട്. എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് എടുക്കാം. അമൃതം പൊടിയിൽ കുറച്ച് മധുരം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ 4 ക്യൂബേ ശർക്കര എടുത്തിട്ടുള്ളൂ. ഇനി നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 6 ക്യൂബ് വരെ എടുക്കാം. ഇത് മീഡിയം സൈസുള്ള ശർക്കരയുടെ ക്യൂബാണ്. ഇനി നമുക്ക് ഈ ശർക്കരയെ മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ശർക്കരയിലോട്ട് ഒഴിച്ച് നമുക്ക് മെൽറ്റ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് അമൃതം പൊടിയാണ് വേണ്ടത്. ഞാനിവിടെ 1 കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ പ്ലേറ്റിനെ നമുക്ക് എണ്ണ കൊണ്ടോ അല്ലെങ്കിൽ നെയ്യ് കൊണ്ടോ ഗ്രീസ് ചെയ്തെടുക്കാം. പ്ലേറ്റിൽ അടി പിടിക്കാതിരിക്കാനും പെട്ടെന്ന് തന്നെ പ്ലേറ്റിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഗ്രീസ് ചെയ്ത് വെക്കുന്നത്. ഈ അമൃതം പൊടി നമുക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്നതാണ്. അംഗൻവാടിയിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. കടയിൽ നിന്നൊന്നും ഇത് വാങ്ങിക്കാൻ കിട്ടില്ല. അമൃതം പൊടിയിൽ പ്രധാനമായിട്ടുള്ളത് ഗോതമ്പാണ്. ഗോതമ്പിന്റെ കൂടെ തന്നെ കടലയുണ്ട്, നിലക്കടല. അതുകൂടാതെ സോയയും പഞ്ചസാരയും എല്ലാം ഉണ്ട്. ഇത് ഞാൻ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര പാനിയാണ്. ഈ ശർക്കര പാനിയിലോട്ട് നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാലിന് പകരമായിട്ട് പശുവിൻ പാൽ ഉപയോഗിക്കാം. പക്ഷെ തേങ്ങാപ്പാൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നത്. നമുക്കിതിനെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിനെ മാറ്റിവെക്കാം. അടുത്തതായിട്ട് ഞാൻ 2 മുട്ട എടുക്കുകയാണ്. ഈ മുട്ടയെ നമുക്കൊരു ബൗളിലോട്ട് ഒഴിക്കാം. നമുക്കിതിനെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ട നന്നായിട്ട് പതിഞ്ഞു വരട്ടെ. ഈ ബീറ്ററിന് പകരമായിട്ട് നമുക്ക് മിക്സി ഉപയോഗിച്ച് ഈ മുട്ട ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ മുട്ട ഒരുവിധം പതഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പതഞ്ഞു വരണം. മുട്ടയുടെ സ്മെല്ലൊന്നും ഈ കിണ്ണത്തപ്പത്തിൽ ഉണ്ടായിരിക്കില്ല. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരയുടെയും തേങ്ങാപ്പാലിന്റെയും മിക്സ് ഞാൻ അരിച്ചൊഴിക്കുകയാണ്. ഇതിന്റെ അടിയിൽ വേസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചൊഴിക്കുന്നത്. ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കുകയാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്താൽ മതി. 1/2 ടീസ്പൂണിന് ഏലക്ക വറുത്ത് പൊടിച്ചെടുത്തത് ചേർക്കാം. നമുക്കിതിനെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അമൃതം പൊടി ചേർക്കാം. കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താലും മതി. ബീറ്റർ ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ കഴിയും. ഇനി മിക്സിയുടെ ജാർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള ശർക്കര പാനിയും തേങ്ങാപ്പാലൊന്നും മുഴുവനായിട്ടും ചേർക്കരുത്. മിക്സിയിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓരോ കപ്പ് വീതം ഉണ്ട് രണ്ടും. നമ്മുടെ അമൃതം പൊടി കിണ്ണത്തപ്പത്തിന് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. സാധാരണ കിണ്ണത്തപ്പത്തിന്റെ മിക്സ് പോലെ തന്നെ നല്ല ലൂസ് ആയിരിക്കണം ഈ മിക്സും. എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം കിട്ടുള്ളൂ. ഇവിടെ ഞാനൊരു വെസൽ എടുത്തിട്ടുണ്ട്. ലിഡോട് കൂടിയ വെസലാണ്. ഇതിലോട്ട് ഞാൻ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ തിളച്ച വെള്ളത്തിന്റെ മുകളിലായിട്ടാണ് ഞാൻ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേറ്റ് വെക്കുന്നത്. ഈ പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് 1 മിനിറ്റ് കൂടെ അടച്ചു വെക്കാം. പ്ലേറ്റ് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം വേണം നമുക്ക് ഇതിലോട്ട് ഈ മിക്സ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിന് പകരമായിട്ട് ഒരു ഇഡ്ഡലി സ്റ്റീമർ ഉപയോഗിച്ചാലും മതി. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഒഴിക്കാൻ. നമ്മുടെ മിക്സ് പ്ലേറ്റിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് 5 മുതൽ 8 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ഒക്കെ സ്പ്രെഡ് ചെയ്യണം. കാണാൻ നല്ല ഭംഗി വരണം. അപ്പൊ കുട്ടികൾക്ക് ഇതൊന്ന് കഴിച്ചു നോക്കിയാലോ എന്ന് തോന്നും. അതിനു വേണ്ടിയിട്ട് കൂടിയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 5-6 കാഷ്യൂ നട്ട്സ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സ് ഫ്രൈ ആയി വരുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂണോളം റൈസൻസ് കൂടെ ചേർക്കാം. ടോട്ടൽ 2 ടേബിൾ സ്പൂൺ മതി രണ്ടും കൂടിയിട്ട്. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. 8 മിനിറ്റിന് ശേഷമുള്ള നമ്മുടെ കിണ്ണത്തപ്പാണിത്. കിണ്ണത്തപ്പം ഒരുവിധം സെറ്റായി വരുന്നുണ്ട്. മുഴുവനായിട്ടും സെറ്റായിട്ടൊന്നുമില്ല. മുഴുവനായിട്ട് സെറ്റായിട്ടില്ല. ഉൾഭാഗമൊക്കെ സെറ്റായി വരാൻ ഇരിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും റൈസൻസും എല്ലാം സ്പ്രെഡ് ചെയ്യാം. നെയ്യോട് കൂടെ തന്നെ വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്യാവുന്നതാണ്.
നമുക്കിതിനെ അടച്ചു വെച്ച് വീണ്ടും വേവിച്ചെടുക്കണം. ആവിയിലാണ് കിണ്ണത്തപ്പം വേവിച്ചെടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെ ഇഡ്ഡലി സ്റ്റീമറിലോ സാധാരണ സ്റ്റീമറിലോ വേവിച്ചെടുക്കാവുന്നതാണ്. ഏകദേശം 15 മിനിറ്റ് എങ്കിലും കുറഞ്ഞത് വേവിച്ചെടുക്കണം. ഇത് 15 മിനിറ്റിന് ശേഷമുള്ള നമ്മുടെ കിണ്ണത്തപ്പാണ്. കിണ്ണത്തപ്പം കുക്കായി വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കിണ്ണത്തപ്പം കുക്കായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ പാനിൽ നിന്ന് മാറ്റിയാണ്. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനെ മുറിച്ചെടുക്കാം. ഇഷ്ടമുള്ള സൈസിലും ഷേപ്പിലും എല്ലാം നമുക്കിതിനെ മുറിച്ചെടുക്കാവുന്നതാണ്. കുട്ടികൾക്കായതുകൊണ്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ആവശ്യാനുസരണം നമുക്ക് കുട്ടികൾക്ക് സെർവ് ചെയ്യുകയും ചെയ്യാം. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഡിഷാണിത്. ശർക്കര ഉപയോഗിച്ചാണ് ഞാനിവിടെ കിണ്ണത്തപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് പഞ്ചസാര ഉപയോഗിച്ചും ഉണ്ടാക്കിയെടുക്കാം. രണ്ടിനും രണ്ട് ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ അമൃതം പൊടിയിൽ കുറച്ച് പഞ്ചസാര ഉണ്ടായിരിക്കും, അതുകൊണ്ട് തന്നെ ഞാൻ അതിനനുസരിച്ചിട്ട് ശർക്കര ഇതിലോട്ട് ചേർത്തിട്ടുള്ളൂ. ഒന്ന് തണുത്തതിന് ശേഷം വേണം നമുക്കിതിനെ പ്ലേറ്റിൽ നിന്ന് മാറ്റാൻ, എന്നാലേ നമുക്ക് അതിന്റെ ശരിക്കുള്ള ഷേപ്പിൽ കിട്ടുള്ളൂ. നമ്മുടെ ഈസിയും ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള അമൃതം പൊടി കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഡിഷാണിത്. കുട്ടികൾക്ക് എല്ലാം ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.